Hello dear students, welcome back. All India Institute of Medical Science, Delhi. ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും ഡ്രീം കോളേജ് ആണല്ലോ എയിംസ് ഡൽഹി. എയിംസ് ഡൽഹിയിൽ MBBS കൂടാതെ വേറെയും ഡിഗ്രി കോഴ്സുകളുള്ള വിവരം നിങ്ങൾക്കറിയാമോ? അതെ, എയിംസ് ഡൽഹിയിലും മറ്റ് എയിംസുകളിലും BSc നഴ്സിംഗ് അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് കടക്കുന്നത്. മേജറായിട്ട് നമുക്കിതിനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. കാരണം രണ്ട് എൻട്രൻസ് എക്സാമുകളാണ് ഇവിടെ നടക്കുന്നത്. BSc നഴ്സിംഗ് ആണ് ഒന്ന്, രണ്ടാമതായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പാരാമെഡിക്കൽ BSc കോഴ്സുകളാണ്. BSc നഴ്സിംഗ്, BSc ഹോണേഴ്സ് ആണ് നഴ്സിംഗിൽ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ടുള്ളതാണ്. 1231 സീറ്റുകളുണ്ട്. ഡൽഹി എയിംസിൽ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെ 20ഓളം എയിംസുകൾ പ്രവർത്തിക്കുന്നതും 5-6 എയിംസുകൾ കൺസ്ട്രക്ഷനിലിരിക്കുന്നതും ഉണ്ട്. പല എയിംസുകളിലായിട്ടാണ് ഈ പറയുന്ന 1231 സീറ്റുകളുള്ളത്. പാരാമെഡിക്കൽ BSc കോഴ്സുകളും ഇതുപോലെ ഡിഫറൻറ്റ് എയിംസുകളിലായിട്ട് ടോട്ടൽ 511 സീറ്റുകളാണുള്ളത്. ക്യാമ്പസുകൾ, എല്ലാ കോഴ്സുകളും എല്ലാ ക്യാമ്പസുകളിലും അവൈലബിൾ അല്ല. ന്യൂഡൽഹി, ഗുവാഹത്തി അങ്ങനെ ഏതാണ്ട് 17ഓളം ക്യാമ്പസുകളിലായിട്ട് പല ക്യാമ്പസുകളിലും BSc നഴ്സിംഗ് ഉണ്ട്, ഇല്ലാത്തതുണ്ട്. അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ക്യാമ്പസുകളിലായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സീറ്റ് സ്ട്രക്ചറും അതുപോലെ തന്നെ കോഴ്സുകളും ക്യാമ്പസുകളുമാണ് ഇതിലുള്ളത്. ക്യാമ്പസുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇന്ത്യയിലെ ഒട്ടാകെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഈ ക്യാമ്പസുകളുള്ളത്. നൗ പാരാമെഡിക്കൽ കോഴ്സുകൾ ഏതൊക്കെയാണ്? പല പേരുകളിൽ സിമിലർ കോഴ്സുകളും സിമിലർ പേരുള്ള ഡിഫറെൻറ്റ് കോഴ്സുകളൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഇവിടെ ഉണ്ട്. അതിൽ മേജർ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ്: ഒപ്റ്റോമെട്രി, യൂറോളജി ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, സ്ലീപ്പ് ടെക്നോളജി, റെസ്പിറേറ്ററി തെറാപ്പി, ന്യൂറോ മോണിറ്ററിംഗ് ടെക്നോളജി, ഓർത്തോപീഡിക്സ് ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അങ്ങനെ ഒരുപാട് ലാബ് ടെക്നോളജി. ദ ആർ സിമിലർ ആക്ച്വലി. എമർജൻസി മെഡിസിൻ ടെക്നീഷ്യൻ, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. അത് പല ക്യാമ്പസുകളിൽ സിമിലർ ആയിട്ടുള്ള കോഴ്സുകൾ പല പേരുകളിലും ഡിഫറൻ്റ് ആയിട്ടുള്ള പേരുകളിൽ സിമിലർ കോഴ്സുകളൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ അതും ഓരോരോ ക്യാമ്പസിനനുസരിച്ചും അതുപോലെ തന്നെ കോഴ്സിനനുസരിച്ചും ഡിഫറൻ്റ് ആണ്. 3 വർഷത്തെ കോഴ്സുകളുണ്ട്, 4 വർഷത്തെ കോഴ്സുകളുണ്ട്, 3.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആവുന്ന കോഴ്സുകളുണ്ട്. അതിൽ തന്നെ 3 വർഷം കോഴ്സും 1 ഇയർ ഇന്റേൺഷിപ്പ് ഉള്ളതുണ്ട്, 3 വർഷം കോഴ്സും 6 മന്ത് ഇന്റേൺഷിപ്പ് ഉള്ളതുണ്ട്, ഇന്റേൺഷിപ്പ് ഇല്ലാത്തതുണ്ട്. അങ്ങനെ ഓരോ ക്യാമ്പസിനും കോഴ്സിനും അനുസരിച്ച് അതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രോസ്പെക്ടസ് പറയുന്നത് പോലെ ആയിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സിൻ്റെത് നിങ്ങൾ പ്രോസ്പെക്ടസ് നോക്കി മനസ്സിലാക്കുക. 3-4 വർഷങ്ങളായിട്ടും ഇന്റേൺഷിപ്പ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കോഴ്സുകളാണ് ഈ പറയുന്നത്. എലിജിബിലിറ്റി 17 വയസ്സായിരിക്കണം ഈ പറയുന്ന 2024 ഡിസംബർ 31 മുന്നേ. ഓക്കെ, 12th നിങ്ങൾ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിട്ടുണ്ടാവണം. മാത്തമാറ്റിക്സിൻ്റെ ഒരു വിഷയം വരുന്നുണ്ട് ചില പ്രത്യേക കോഴ്സുകൾക്ക്. അതാണ് നെക്സ്റ്റ്. ഒപ്റ്റോമെട്രി, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ്, ഈ പറയുന്ന 2 BSc കോഴ്സുകൾക്ക് ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്തമാറ്റിക്സ്. ബയോളജി വേണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. പിന്നെ മാർക്കിന്റെ ക്രൈറ്റീരിയകളും സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആണ്. 50% ജനറൽ, OBC, നോൺ ക്രീമി ലെയർ, അതുപോലെ തന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ്, അതുപോലെ തന്നെ SC/ST സ്റ്റുഡൻസിന് 45%. അതിൻ്റെ ഡിഫറൻറ്റ് കോഴ്സുകൾക്ക് സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാത് കോഴ്സുകളും ക്യാമ്പസുകളും അനുസരിച്ച് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. എക്സാമിൻ്റെ പാറ്റേൺ 2 എക്സാമുകളാണ്. BSc നഴ്സിംഗിന് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആണ്. അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഡിഫറൻറ്റ് എൻട്രൻസ് എക്സാം ആണ്. BSc നഴ്സിംഗിൻ്റെ എക്സാം പാറ്റേൺ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 2 മണിക്കൂർ എക്സാം ആണ്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ 30 വീതം ക്വസ്റ്റ്യൻസും ജനറൽ നോളജിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്കിന്റെ എക്സാം ആണ്. അതിൽ ഓരോ കറക്റ്റ് ആൻസറിനും യു ഗെറ്റ് +1 ആൻഡ് റോങ് ആൻസർ നിങ്ങൾക്ക് -1/3 മാർക്കാണ് കിട്ടുക. ഇനി പാരാമെഡിക്കൽ BSc കോഴ്സുകൾക്കുള്ള എക്സാമിന്റെ പാറ്റേൺ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 90 മിനിറ്റ്സിന്റെ എക്സാം ആണ്. 1.5 മണിക്കൂറാണ് എക്സാം. മറ്റേത് 2 മണിക്കൂറായിരുന്നു. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്തമാറ്റിക്സ് അത് ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഉണ്ടാവുക. 90 ക്വസ്റ്റ്യൻസ് +1 -1/3 ആണ് മാർക്കിംഗ് സ്കീം. നൗ ആപ്ലിക്കേഷൻ പ്രോസസ് ഇത് സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. സാധാരണ എൻട്രൻസ് എക്സാമുകളെ പോലെ അല്ല. ആപ്ലിക്കേഷൻ പ്രോസസ്സ് 2 സ്റ്റെപ്പ് രജിസ്ട്രേഷൻ ഉണ്ട്. ബേസിക് രജിസ്ട്രേഷനും ഫൈനൽ രജിസ്ട്രേഷനും. നൗ ബേസിക് രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് April 4 ആണ്. ഈ പറയുന്ന നമ്മളിപ്പോൾ മാർച്ചിലാണുള്ളത്. April 4 ലാസ്റ്റ് ഡേറ്റ്. 5 മണിക്ക്, വൈകിട്ട് 5 മണിക്ക് ബേസിക് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. ഫൈനൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം 12th April ആണ് ലാസ്റ്റ് ഡേറ്റ്. അതും 5 മണിക്ക് ക്ലോസ് ചെയ്യും. ബേസിക് രജിസ്ട്രേഷൻ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ
ഫൈനൽ രജിസ്ട്രേഷനിലാണ് നമ്മൾ ഫീസ് അടക്കുന്നതും അതുപോലെ തന്നെ എക്സാം സെന്റർ എവിടെയാണ് എന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. ഇതാണ് ഫൈനൽ രജിസ്ട്രേഷൻ. സോ ബേസിക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് അത് കറക്റ്റായി അതിലുള്ള എല്ലാ കാര്യങ്ങളും അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ബേസിക് രജിസ്ട്രേഷനിൽ എന്തെങ്കിലും കാരണവശാൽ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടാകും ഈ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ബേസിക് രജിസ്ട്രേഷൻ, അതായത് April 4 കഴിഞ്ഞതിന് ശേഷം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡോക്യുമെന്റ്സ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. നൗ ഫൈനൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ബേസിക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഫൈനൽ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് പ്രോസസ്സുകൾ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുക, നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ രജിസ്ട്രേഷനുള്ള ഒരു കോഡ് ജനറേറ്റ് ചെയ്യാനുണ്ടാവും. അതിനുശേഷം ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നൊരു സ്റ്റുഡൻ്റ് ആണ്, കഴിഞ്ഞ വർഷം നിങ്ങൾ ഓൾറെഡി ഈ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ബേസിക് രജിസ്ട്രേഷൻ വീണ്ടും ചെയ്യേണ്ടതില്ല. നിങ്ങൾ കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് പോലുള്ള യൂസർ നെയിം, പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്രാവശ്യം വീണ്ടും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ബേസിക് രജിസ്ട്രേഷൻ നമ്മളെ ഡീറ്റെയിൽസ്, പ്രൊഫൈൽ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ആ ഡീറ്റെയിൽസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തന്നെ മതിയാവും ഇപ്രാവശ്യം. അപ്പോൾ ഫൈനൽ രജിസ്ട്രേഷൻ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ യൂസർ നെയിം, പാസ്വേഡ് ഓർമ്മയില്ല എങ്കിൽ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ID-യിൽ ഈ പറയുന്ന എയിംസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കീവേഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എയിംസിൽ നിന്നൊക്കെ വന്ന മെയിലുകളിൽ ചിലപ്പോൾ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. എക്സാമിനേഷൻ ഡേറ്റ്, BSc ഹോണേഴ്സ് നഴ്സിംഗിന്റെ എക്സാമിനേഷൻ June 8-നും അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സസിന്റെ എക്സാമിനേഷൻ June 22-നുമാണ് നടക്കുന്നത്. രണ്ടും സാറ്റർഡേ ആണ്. നൗ എക്സാം സിറ്റീസ്, ഇതിൽ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്. BSc നഴ്സിംഗിന് പറഞ്ഞിട്ടുള്ളത് പ്രോസ്പെക്ടസിൽ ഓൾ മേജർ സിറ്റീസ് ഇൻ ഇന്ത്യ. ഏതൊക്കെയാണ് സിറ്റീസ് എന്ന് പറഞ്ഞില്ല, ഓൾ മേജർ സിറ്റീസ്. അപ്പോൾ നമ്മളൊക്കെ ഉള്ളത് മേജർ സിറ്റി ആണോ ഇല്ലേ എന്നുള്ളതിന് അനുസരിച്ചിരിക്കും. ഏതായാലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സിറ്റീസ് കാണാവുന്നതാണ്. നൗ പാരാമെഡിക്കൽ കോഴ്സസിന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സെന്ററുകൾ മാത്രമേ ആ ലിസ്റ്റിൽ വന്നിട്ടുള്ളൂ പ്രോസ്പെക്ടസിൽ. അതിൽ കേരളത്തിൽ നിന്ന് ഒരേ ഒരു സെന്റർ, അത് തിരുവനന്തപുരം മാത്രമാണ്. നൗ അഡീഷണൽ സെന്ററുകൾ മേ ബി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നൗ എക്സാമിന് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യാം? വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. www.aimsexams.ac.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിനേഷനുള്ള ലിങ്ക് കിട്ടും, രജിസ്ട്രേഷൻ ലിങ്ക് കിട്ടും. ഫീസ് ജനറൽ OBC കാറ്റഗറി സ്റ്റുഡൻസിന് 2000 ആണ് ഫീസ്. SC ST എക്കണോമിക്കലി വീക്കർ സെക്ഷൻ സ്റ്റുഡൻസിന് 1600 രൂപയാണ് ഫീസ്. ആൻഡ് ഡിഫറൻഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസിന് ഫീസ് ഇല്ല. അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ആൻഡ് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ. നീറ്റിന് കംപ്ലീറ്റ് ഇംപ്രഷൻ ആയിരുന്നെങ്കിൽ ഇതിൽ ലെഫ്റ്റ് തമ്പിന്റെ ഇംപ്രഷൻ മാത്രം മതി. നൗ MBBS അല്ലാത്ത കോഴ്സുകളും എയിംസുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക ആൻഡ് നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.